ലവ് ജിഹാദ് എന്ന പദം കേരളത്തിൽ ആരെങ്കിലും പറയാൻ തുടങ്ങുമ്പോഴേ വടക്കൻ കേരളത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരും. ലവ് ജിഹാദ് എന്നൊരു സംഗതി ഇല്ല എന്നും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച പോലും പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറങ്ങും. ഇക്കാര്യത്തിൽ കേരള സമൂഹത്തിന് യാതൊരു പുതുമയുമില്ല. കാരണം ഇത്തരം പ്രതിഷേധങ്ങൾ അനേക വർഷങ്ങളായി കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു അഭിപ്രായ പ്രകടനം കേരള ജനത കഴിഞ്ഞ ദിവസം കേട്ടു. ലവ് ജിഹാദ് എന്ന പ്രചരണം നടത്തുന്നത് മതമൗലികവാദികളാണെന്നായിരുന്നു ആ പ്രസ്താവന. ഇടതുപക്ഷത്തെ പ്രമുഖ കക്ഷിയായ CPIയുടെ ജനറൽ സെക്രട്ടറി കാനം രാജേന്ദ്രൻ്റേതായിരുന്നു ആ വിവാദ പ്രസ്താവന. അത്തരം ഒരു പ്രസ്താവന പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതോ ഇടതുപക്ഷത്തെ മൂന്നാമത്തെ വലിയ കക്ഷി എന്ന പേരിൽ അറിയാൻ ശ്രമിക്കുന്ന കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി ഒരു പ്രമുഖ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ലവ് ജിഹാദിനെ കുറിച്ച് പരാമർശിച്ചതുകൊണ്ടും ലവ് ജിഹാദ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന ജോസിൻ്റെ അഭിപ്രായത്തെ കാനം രാജേന്ദ്രൻ നേരിട്ടത് ലവ് ജിഹാദ് മതമൗലികവാദികളുടെ പ്രചരണം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിനാൽ അത്തരമൊരു പ്രസ്താവന നടത്തിയ കാനത്തിൻ്റെയും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ലവ് ജിഹാദ് എന്ന ഒരു പ്രതിഭാസം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ലവ് ജിഹാദ് എന്ന ആസൂത്രിത പ്രണയക്കണിയെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ ഇടതുമുന്നണി കൺവീനർ വിജയരാഘവൻ്റെയും ജോസ് കെ മാണിയുടെ അഭിപ്രായത്തെ പരിഹാസത്തോടെ വിമർശിച്ച കോൺഗ്രസിൻ്റെ ഉന്നത നേതാവും തിരുവനന്തപുരം MP-യുമായ ശ്രീ ശശി തരൂരിൻ്റെയും എല്ലാറ്റിലും ഉപരിയായി ജോസ് കെ മാണിയുടെ പ്രസ്താവനയെക്കുറിച്ച് അയാളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ. കേരളത്തിൽ ലവ് ജിഹാദ് പോലെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ വേരുപിടിക്കുന്നുവെന്ന് പരോക്ഷമായിട്ടാണെങ്കിലും ആദ്യമായി സൂചിപ്പിച്ചത് സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. അതും 15 വർഷം മുമ്പ് 2006 അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ. അദ്ദേഹത്തിന് ഔദ്യോഗികമായി വളരെ ആധികാരികതയോടെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു ആശങ്ക പരസ്യമായി പങ്കുവച്ചത്. 20 കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാക്കി മാറ്റാൻ ചില ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് 2006 ശ്രീ VS അച്യുതാനന്ദൻ വെളിപ്പെടുത്തിയത്. അതിനുവേണ്ടി യുവാക്കളുടെ ഇടയിൽ പല ആസൂത്രിത ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നാണ് അന്ന് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുള്ളത്. അദ്ദേഹം ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി കണ്ട് അന്ന് വെളിപ്പെടുത്തിയ ഒന്നാണ് ഇന്ന് കേരളം ഏറെ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്നതും കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങളുടെ നിലനിൽപ്പിന് തന്നെയും ഭീഷണിയായി വളർന്ന് വരുന്നതുമായ ലവ് ജിഹാദ് എന്ന ആസൂത്രിത പ്രണയക്കിണി. കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ വളരെ ഗൂഢലക്ഷ്യത്തോടെ അമുസ്ലിം പെൺകുട്ടികളെ പ്രണയ കെണിയിൽപ്പെടുത്തി മതം മാറ്റി തീവ്രവാദ രാജ്യവിരുദ്ധ മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക, അതുവഴി അവരുടെയും അവരുടെ കുടുംബങ്ങളെയും തകർത്തു കളയുക. ഈ കാര്യങ്ങൾ കേരളത്തിൽ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം കൂടിയ സീറോ മലബാർ സഭാ സിനഡ് ലവ് ജിഹാദ് ഉണ്ടെന്നും അതിലൂടെ അനേകം ക്രിസ്ത്യൻ പെൺകുട്ടികളും അവരുടെ കുടുംബങ്ങളും തകരുന്നുവെന്നും പ്രസ്താവിച്ചുകൊണ്ട് ഒരു പ്രമേയം ഔദ്യോഗികമായി പാസാക്കി അത് മാധ്യമങ്ങൾക്കും വിശ്വാസികൾക്കും നൽകുകയുണ്ടായി. പൊതുസമൂഹത്തിൻ്റെ വിശിഷ്യ
ക്രൈസ്തവ സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ബാധിക്കുന്ന ലവ് ജിഹാദ് എന്ന കൊടിയ വിപത്തിനെ കുറിച്ച്, ജാഗ്രത പുലർത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എടുത്തു പറയുന്നതായിരുന്നു സീറോ മലബാർ സിനഡിൻ്റെ ആ ഔദ്യോഗിക പ്രമേയം. കേരള സമൂഹത്തിലും മാധ്യമങ്ങളിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആ പ്രമേയത്തിൽ പറഞ്ഞ വസ്തുതകൾ പിന്നീടും അതിനു മുൻപും KCBC ജാഗ്രത സമിതിയിലും പലതവണ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ക്രൈസ്തവ സമൂഹത്തിന് പുറമെ പല ഹൈന്ദവ സംഘടനകളും ഈ വിഷയം പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതും ലവ് ജിഹാദ് എന്ന പ്രതിഭാസത്തിലെ അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയായിരിക്കെ എത്ര നിരുത്തരവാദപരവും ലാഘവത്തോടെയുമാണ് LDF കൺവീനറും ഇടതുമുന്നണിയിലെ പ്രമുഖ കക്ഷിയുടെ നേതാവ് കാനം രാജേന്ദ്രനും ലവ് ജിഹാദ് എന്ന ആസൂത്രിത പ്രണയക്കെണിയെ കാണുന്നതും പ്രതികരിക്കുന്നതും. അവരുടെ പ്രതികരണങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാതെയാണെന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം മണ്ടന്മാരല്ല കേരള സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും. പിന്നെയോ അവർ ഈ വിഷയത്തിന് നേരെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കുകയാണ്. വലിയ ഒരു വോട്ട് ബാങ്ക് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ ക്രൈസ്തവ ഹൈന്ദവ കുടുംബങ്ങൾ നേരിടുന്ന ഈ കാലിക വിപത്തിനെ നേരിടുന്നതിനേക്കാൾ ഇവർക്ക് താല്പര്യം അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷണത്തിനും വിപുലീകരണത്തിനുമാണെന്നുള്ള കാര്യം പൊതുസമൂഹം ഇനിയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം, ഭരണപക്ഷത്തെ പ്രമുഖനായ പാർട്ടിയുടെ അധ്യക്ഷൻ ലവ് ജിഹാദ് പ്രചരണം നടത്തുന്നത് മതമൗലികവാദികളാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതിലൂടെ അദ്ദേഹം ഉദ്ദേശിച്ചത് ആരെയാണെന്ന് അറിയാനുള്ള അവകാശവും ക്രൈസ്തവ സമൂഹത്തിനുണ്ട്. കാരണം ലവ് ജിഹാദ് എന്ന ആസൂത്രിത പ്രണയക്കണിക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചിട്ടുള്ളതും പ്രതിഷേധിച്ചിട്ടുള്ളതും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ക്രൈസ്തവ സംഘടനകളുമാണ്. അവരെ മതമൗലികവാദികളെന്ന് വിളിച്ച് ആക്ഷേപിച്ചുകൊണ്ട് ലവ് ജിഹാദ് നടപ്പിലാക്കുന്ന യഥാർത്ഥ മതമൗലികവാദികളെ മറച്ചുപിടിക്കാനായിരുന്നോ അദ്ദേഹത്തിൻ്റെ ശ്രമമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കും നിക്ഷിപ്ത താല്പര്യങ്ങൾക്കും വേണ്ടി ഇരകളെ വിട്ട് വേട്ടക്കാരുടെ കൂടെ ചേരുന്ന പതിവ് രാഷ്ട്രീയ തന്ത്രം. ഈ സംശയങ്ങൾക്ക് ഉത്തരം തേടുകയാണ് കേരളത്തിലെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പ് നാളുകളിൽ. വേർതിരിച്ച് തിരിച്ചറിയാൻ കഴിയണം കേരള ജനതയ്ക്ക്. ലവ് ജിഹാദ് വിഷയത്തിൽ ഇരകൾക്ക് വേണ്ടി വാദിക്കുന്നത് ആര്, വേട്ടക്കാരെ സംരക്ഷിക്കുന്നതും ആര്?